പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENS +2 എക്കണോമിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. 2024 ഒക്ടോബർ നടന്ന എക്സാമിന്റെ 4 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, ന്യൂ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം നടന്നത് 2024 ഏപ്രിലിൽ നടന്നു, ഒക്ടോബറിൽ നടന്നു. ഇനി 2025 ഏപ്രിലാണ് വരുന്നത്. എക്സാമിന്റെ ടൈം 3 അവറാണ്. 2:30 മണി മുതൽ 5:30 മണി വരെയാണ് വരുന്നത്. ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് എന്നുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായാലും എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പർ ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും ഒക്കെ ഒരു എക്സ്ട്രാ സബ്ജക്റ്റായി, ഓപ്ഷണൽ സബ്ജക്റ്റായി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതൊരു നിർബന്ധിത വിഷയമല്ല, കമ്പൽസറി അല്ലാത്തൊരു സബ്ജക്റ്റാണ്. 2 ടെക്സ്റ്റ് ബുക്കാണ് എക്കണോമിക്സിൽ വരുന്നത്. ഇതിൽ 2 ടെക്സ്റ്റ് ബുക്കാണ് കൂടിയിട്ട് 60% സിലബസ് മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെന്റ് ഭാഗങ്ങളാണ്. ഈ 60% തന്നെ ഏറ്റവും കൂടുതൽ ഭാഗം ചോദിക്കുന്നത് 2ാമത്തെ ടെക്സ്റ്റ് ബുക്കാണ്. 1ാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ മീൻ, മീഡിയം, മോഡ് ആ ഭാഗങ്ങളിലുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഏകദേശം ഒരു 4 ചാപ്റ്റർ മാത്രമേ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കൂടുതൽ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലാണ് വരുന്നത്. ഏതൊക്കെയാണ് എക്സാമിന് പഠിക്കേണ്ട ചാപ്റ്റർ എന്നുള്ളത് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. എക്സാമിനേഷന്റെ സിലബസ് ഏതൊക്കെയാന്നുള്ളത് നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്ന് അവതരിപ്പിക്കുന്നത്, പ്രോബ്ലം ക്വസ്റ്റ്യൻസ്. പിന്നെ 4 മാർക്കിന്റെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ അവതരിപ്പിക്കും. ഇതിന് മുമ്പ് നമ്മൾ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അവതരിപ്പിച്ചിട്ടുണ്ട്. 1 മാർക്കിന്റെ ഉണ്ട്, 2 മാർക്കിന്റെ ഉണ്ട്, 3 മാർക്ക് ഉണ്ട്, 4 മാർക്ക് ഉണ്ട്, 6 മാർക്ക് വരെ വരുന്നുണ്ട്. 6 മാർക്കിന്റെ ഒരു 3 പ്രോബ്ലം കഴിഞ്ഞ വീഡിയോസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി 4 മാർക്കിന്റെ 2 പ്രോബ്ലംസ് ആണ്. വളരെ ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സുഖമായിട്ട് നമുക്ക് മാർക്ക് വാങ്ങും. പ്രോബ്ലം ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാ പ്രോബ്ലം ചാപ്റ്ററിലെ ഇക്വേഷൻ നിങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കേണ്ടതാണ്. എന്നാലാണ് എക്സാമിന്റെ തലേന്ന് ഫുള്ള് നമുക്ക് ചെയ്ത് നോക്കാൻ സമയം ഉണ്ടാവില്ല. ഇക്വേഷൻ മാത്രമേ നമ്മൾ നോക്കി പോകാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരിക. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. ആൻസർ ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ 2024 ഒക്ടോബറിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പറിൽ 45ാമത്തെ 46ാമത്തെ ക്വസ്റ്റ്യൻസ് 4 മാർക്കിന് 2 പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് കാൽക്കുലേറ്റ് ദി അരിതമാറ്റിക് മീൻ ആണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന പാഠഭാഗത്തിലുള്ളതാണ് ഈ അരിതമാറ്റിക് മീന്, മീഡിയൻ, മോഡൊക്കെ പറയുന്നത്. അതിൽ നമുക്ക് മീന് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് വിദ്യാർത്ഥികളുടെ മാർക്ക് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. 0 to 20 ഇടയിൽ മാർക്ക് കിട്ടിയ കുട്ടികൾ 10 എണ്ണം, 20 40 ഇടയിൽ കിട്ടിയത് 20 എണ്ണം, 40 60 ഇടയിൽ കിട്ടിയത് 15, 60 80 ഇടയിൽ കിട്ടിയ 5 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇക്വേഷൻസ് പലതുണ്ട്. മീൻ കാണാൻ തന്നെ 3 ഇക്വേഷൻ വരുന്നുണ്ട്. കാരണം ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണോ, കണ്ടിന്യൂസ് സീരീസ് ആണോ, ഡിസ്ക്രീറ്റ് ആണോ എന്ന് അറിയാം. ഇതിൽ ക്ലാസ് ഇന്റർവെല്ലിൽ തന്നത് കൊണ്ട് 0 to 20 ഇങ്ങനെ ക്ലാസ് ആയ രൂപത്തിൽ, ക്ലാസ് രൂപത്തിലാണ്. 0 to 20 ഇടയിൽ 20 നമുക്ക് ക്ലാസ് രൂപത്തിൽ തന്നാൽ ആ സീരീസ് ആണ് കണ്ടിന്യൂസ് സീരീസ്. അപ്പൊ കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ മീൻ കാണുന്നത്, മീൻ നമുക്ക് എക്സ് ബാർ എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അരിതമാറ്റിക് മീൻ എന്ന് എഴുതാം. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ FM ഡിവൈഡ് ബൈ സിഗ്മ F ആണ്, അല്ലെങ്കിൽ N ആണ്. സിഗ്മ N എന്ന് പറയുന്നത് തന്നെയാണ് സിഗ്മ F എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്, M എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ ആണ്. ഫ്രീക്വൻസിനെ മിഡ് വാല്യൂ കൊണ്ട് ഗുണിക്കുന്നതാണ് FM എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ മാർക്ക് എന്ന് പറയുന്നത് X ആണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് F ആണ്. ഇനി നമുക്ക് ഇതിക്ക് വേണ്ട മിഡ് വാല്യൂ ആണ് M. മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത് 2 പ്ലസ് ചെയ്യാം. ലോവർ ലിമിറ്റ് ആണത്, ഇത് അപ്പർ ലിമിറ്റ്. 2 പ്ലസ് ചെയ്യാം. 0 20 പ്ലസ് ചെയ്താൽ 20 ആണ്. ഈ 2 പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ആയിരിക്കാം. 0 20 പ്ലസ് ചെയ്താൽ 20, 20/2 10. ഇനിയിപ്പോ ഇങ്ങനെ ചെയ്യാൻ നമുക്കറിയാം. 20 0 പോയാൽ 20 അല്ല 20 0 ഏകദേശം മധ്യ വാല്യൂ എത്രയാണ്, 10 അറിയാം. പക്ഷെ നമുക്കത് എല്ലാ സംഖ്യകളും കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ചില വലിയ വലിയ സംഖ്യകൾ, പോയിന്റ് വരുന്ന സംഖ്യകളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അടുത്ത നോക്കാം, 20 40 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 60, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 30. അപ്പൊ 20 40 സെന്റർ എന്ന് പറയുന്നത് 30 ആണ്. അടുത്ത 40 60 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 100, 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50.
അടുത്ത് 60 80 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 140, അതിന് 227 എം കിട്ടി. പിന്നെ നമുക്ക് വേണ്ട എഫ് എം ആണ്. എഫ് എം എന്ന് പറയുന്നത് എഫിനെ എം കൊണ്ട് ഗുണിക്കുകയാണ്. ഫസ്റ്റ് എഫ് എത്ര? 10 ഇൻറ്റു എം 10, 10 ഇൻറ്റു 10 100, 20 ഇൻറ്റു 30 7 3 600, 15 ഇൻറ്റു 50, 10 ഇൻറ്റു 50 500, 5 ഇൻറ്റു 50 250, അങ്ങനെ 750. അത് 5 ഇൻറ്റു 7 5 35 350. സിഗ്മ എഫ് എം ആണ് ഇവിടെ കാണുന്നത്. 750 350 800 1100 1200 1800. 0 5 10 2 8 7 5 3 1800 ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ടോട്ടലാണ്. ഇതാണ് സിഗ്മ എഫ് അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത്. ഈ 10 20 30 15 45 50. അപ്പൊ 1500നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 2 0 വെട്ടിപ്പോയാൽ 180ന് എത്ര? 18 എത്ര ഉണ്ട്? 3 5 15 അല്ലെ? 180നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരിക എന്നുള്ളത് എത്ര വരും? 180 ഡിവൈഡ് ബൈ 5 5 15 30 36 വരും കേട്ടോ. 6 30 36 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് 4 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 46ാമത്തെ ക്വസ്റ്റ്യൻസ് 4 മാർക്കിന്റെ കാൽക്കുലേറ്റ് ദി ഫോളോയിങ് ടേബിൾ ആണ്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് മാർജിനൽ കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഔട്ട്പുട്ട് നമുക്ക് 0 1 2 3 4 ഇത്രയും ഔട്ട്പുട്ട് ആകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് 0 ഔട്ട്പുട്ട് ഉണ്ടാക്കും. 0 ഉൽപ്പന്നം ഉണ്ടാക്കാൻ 20 ടോട്ടൽ കോസ്റ്റ്. 1 ഉൽപ്പന്നം ഉണ്ടാക്കാൻ 1 ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ 30, 2 ഉണ്ടാക്കാൻ 38, 3 44, 4 58. ഇതിനൊക്കെ നമുക്ക് ഇക്വേഷൻ കാണാം. എം സി കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ. എം സിയുടെ ഇക്വേഷൻ ആണ് എം സി ഈക്വൽ ടു ഡെൽറ്റ ടി സി ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യൂ ആണ്. അത് തന്നെ അറിയാം. ഡെൽറ്റ ടി സി എന്ന് പറഞ്ഞാൽ ടി സിയുടെ വ്യത്യാസം നോക്കാം കേട്ടോ. ടി സിയുടെ വ്യത്യാസം നോക്കാം. ഇപ്പൊ ടി സിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടി സി 20 ആണ്. 20ന് മുമ്പ് വേറെ ഒന്നുമില്ല. അപ്പൊ 20 ഒരു ഉദാഹരണം മാത്രം നൽകി. 20 മൈനസ് 0 ആണ് അതിന് മുമ്പ് ഡിവൈഡ് ബൈ 0ന് മുമ്പേ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും എന്താണ് 20 ഡിവൈഡ് ബൈ 0. 20 എത്ര 0 ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ 0 തന്നെയാണ്. അപ്പൊ ഇത് നമുക്ക് ഡാഷ് ഇട്ട് കൊടുത്താൽ മതി. അടുത്ത നോക്കാം. അടുത്ത ഡെൽറ്റ എന്ന് പറയുമ്പോൾ അടുത്ത സംഖ്യ 30. 30 20 പോയ 10. 10 ഡിവൈഡ് ബൈ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം 2 3. അപ്പൊ ഡെൽറ്റ ടി സി എന്ന് പറയുന്നത് ഈ 30 20 10. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 2 1 പോയ 1. അപ്പൊ 10 ബൈ 1 1 10. അത് 38 30 പോയ 8. 8 ബൈ നോക്കാം വ്യത്യാസം നോക്കാം. 3 2 പോയ 1. 8 ബൈ 1 8. 44 38 പോയ 6. ഇവിടെ 3 2 പോയ 1. 6 ബൈ 1 6 തന്നെയാണ്. അടുത്തത് 52 44 8. 8 4 3 പോയ 1. 8 ബൈ 1 8 തന്നെയാണ്. ഇനി ഇത് കിട്ടി 10 8 6 8 കേട്ടോ. ഇവിടെ 8 ആണ്. 8 ലാസ്റ്റ് ഉള്ളത് 8. എ ബി സി ആണ്. എ ബി സി കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഡാറ്റ മാത്രം വെച്ചിട്ട് നമുക്ക് എ ബി സി കണ്ടുപിടിക്കാൻ ടി ബി സി ബൈ ക്യൂ ഉണ്ട്. പല രീതിയിലും ഇക്വേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഡാറ്റ ഈ തന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് എ ബി സി കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെയാണ് ഈ തന്ന ഡാറ്റ കണ്ടുപിടിച്ച് എ ബി സി കിട്ടിയിട്ട് നമുക്ക് ടി വി സി വേണം. ടി വി സി കണ്ടുപിടിക്കുന്നത് പല രീതിയിലുണ്ട്. ടി സിയിൽ നിന്ന് ടി എഫ് സി കുറച്ചാൽ ടി വി സി കിട്ടും. പക്ഷെ ഇവിടെ ടി എഫ് സി ഒന്നും ഇല്ല. പക്ഷെ ഉള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് ടി വി സി കിട്ടിയാൽ പിന്നെ നമുക്ക് എ ബി സി കിട്ടും. എങ്ങനെയാണ് ടി വി സി കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, ഫസ്റ്റത്തെ എം സി 0 തന്നെയാണ്. അത് അങ്ങനെ തന്നെ ഇല്ല. 0 10 പ്ലസ് ചെയ്ത 10 കേട്ടോ. അപ്പൊ ടി വി സി കണ്ടുപിടിക്കുന്നത് എം സി ഇങ്ങനെ പ്ലസ് ചെയ്ത് പോയാൽ ടി വി സി കിട്ടും. അടുത്തത് 10 8 18. അടുത്ത 18 6 24 24 8 32 ടി വി സി കിട്ടി കേട്ടോ. അപ്പൊ ടി വി സി കണ്ടുപിടിക്കാനുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ടി വി സി കണ്ടുപിടിക്കാൻ നമുക്ക് എം സി പ്ലസ് ചെയ്ത് പോയാൽ മതി. അതാണ് ടി വി സി. ഇനി എ ബി സി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ടി വി സി ഡിവൈഡ് ബൈ ക്യൂ ആണ്. ഫസ്റ്റ് ടി വി സി 0 ആണ്. അതിന്റെ ഫസ്റ്റ് ക്യൂ എത്രയാണ്? 0. അപ്പൊ അത് 0 തന്നെയാണ്. രണ്ടാമത്തത് 10 ആണ്. 10 ഡിവൈഡ് ബൈ ക്യൂ എത്ര? 1 10. അടുത്ത 18 ഡിവൈഡ് ബൈ 2 9.
24 ഡിവൈഡ് ബൈ 3 8, 32 ഡിവൈഡ് ബൈ 4 8. അപ്പോൾ 10 9 8 8 ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ABC കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് TVC നിർബന്ധമാണ്. TVC കിട്ടണമെങ്കിൽ ഒന്നല്ലേ TFC നിന്ന് TFC കൊടുക്കണം. ഇവിടെ TFC തന്നിട്ടില്ല. TFC ഇവിടെ തന്നിട്ടില്ലെങ്കിൽ ഫസ്റ്റ് TC എത്രയാണ്? 20 ആണ്. അത് TFC ആയിട്ട് എടുക്കാം. അപ്പൊ വീണ്ടും നമുക്ക് ഇത് വളഞ്ഞ വഴിയിലൂടെ പോകേണ്ടി വരും. അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ എന്ന് പറയുന്നത് TVC കിട്ടാൻ MC-യുടെ വേരിയേഷൻ പ്ലസ് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ TVC ഇട്ട് കഴിഞ്ഞാൽ ABC ഡിവൈഡ് ബൈ Q ആണ്. അല്ല, TVC ഡിവൈഡ് ബൈ Q ആണ് ABC. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്ക് വാങ്ങും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം. കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. തുടർന്ന് 4 മാർക്കിന്റെ 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒക്കെ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിഷയത്തിന്റെയും മലയാളത്തിന്റെ ഗൈഡുകൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC പ്ലസ് 2 ഇന്ത്യയിൽ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും വീട്ടിലിരുന്ന് ഓൺലൈൻ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷന്റെ SSLC പ്ലസ് 2 നമ്മൾ നൽകുന്നുണ്ട്. മൊബൈലിലോ കമ്പ്യൂട്ടറിലോ വീട്ടിലിരുന്ന് എഴുതാം. അതേപോലെ തന്നെ ഇഗ്നോ, ശ്രീനാരായണ ഗുരു പോലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.